അങ്ങനെ മീനൊന്നും കൊത്തുന്നില്ലല്ലോ. പിടയ്ക്കാതിരി. പണ്ടെന്റെ അച്ഛനുണ്ടായിരുന്ന കാലത്ത് ചൂണ്ട കയ്യിൽ എടുത്തെന്ന് അറിഞ്ഞാ മതി, വെള്ളത്തിൽ നിന്ന് മീൻ വന്ന് കരയ്ക്ക് വന്ന് ചൂണ്ടയിൽ കൊത്തും. അതെന്താ കാലം. ഇപ്പോഴത്തെ മീനിന് നല്ലവനെയും നാരനെയും തിരിച്ചറിയാൻ പാടുണ്ടായിപ്പോയി. പാച്ചുള്ളേ, ഓ താൻ ഈ ചൂണ്ടയിൽ തീനി ഒന്ന് കൊരുത്തില്ലയോ? അത് മറ്റവൻ കൊണ്ടുപോയി. എന്നാ ഒന്ന് കൊരുക്ക. പാച്ചുള്ളേ, എന്റെ മോതിരം വെള്ളത്തിൽ പോയി. മോതിരോ? ഞാൻ പോയി വലക്കാരെ വിളിച്ചോണ്ട് വരാം. താൻ ഒന്ന് മുങ്ങി തപ്പി നോക്ക്. വേഗം ആട്ടെ. നാളെ എന്നെ ഒരാൾ പെണ്ണ് കാണാൻ വരുന്നു. വരട്ടെന്ന്. അവനെയും വെള്ളത്തിൽ ചാടിക്കുന്നതിന് ഞാൻ ഏറ്റു. എല്ലാരും ഇങ്ങനെ പറഞ്ഞെടുത്ത് എന്റെ ഗതി അധോഗതിയാവും. നീ പേടിക്കണ്ട. എന്റെ പേരെന്തുവാ? എന്നാ ഞാൻ ഏറ്റു. എനിക്ക് ആ ഒരു വിശ്വാസം മാത്രമേ ഉള്ളൂ. അത് മതി. എന്തോ ആശാരം മുങ്ങി തപ്പുന്നത്? ഒന്നുമില്ല. എന്നാലും നമ്മുടെ കൊച്ചൂർ പാശാന്റെ മോതിരേ വെള്ളത്തിൽ പോയി. മോതിരമോ? ഗോപാല, കൃഷ്ണ, നാരായണ, ഓടി വാടാ. ഒറ്റ ഇങ്ങോട്ടൊന്നും വരില്ല. അവിടെ കുളത്തിൽ കിടന്ന് തപ്പൂത്തേ ഉള്ളു. എന്നാ ഞാൻ പോട്ടെ. കുളത്തിൽ തെറ്റിക്കൊണ്ടുവരാം. ആരെ കിട്ടിയാലും എന്റെ തന്നെ പശുവേ, എന്തോ എന്താ തപ്പുന്നേ? അങ്ങനെ മോതിരം. അയ്യോ, അത് എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഇനി കേറിപ്പോരെ. ഇയാളെ കാണുന്നില്ലോടാ. പിടിച്ചോളിണ്ടാ. എടി മാലേ, നീയൊക്കെ കൊയ്തില്ലെങ്കിൽ വേണ്ടടി. കൊച്ചങ്ങൊന്ന് കൊയ്ക്കാൻ വേറെ ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ ഇറങ്ങി കൊയ്യൻ. അങ്ങനെ ഇറങ്ങി കൊയ്യാൻ ഒക്കത്തില്ല. വർഷങ്ങളായി ഇവിടുത്തെ കൊയ്ത്ത് മുഴുവൻ നടത്തുന്ന ഞങ്ങളാ. പോയിടാ അവിടുന്ന്. ഇറങ്ങി കൊയ്യിലടാ. ആരെങ്കിലും വയലിറങ്ങിയാൽ കാല് വെട്ടിക്കളയും. എടാ സുരേന്ദ്ര, പോ വീട്ടിൽ. അച്ഛനിത് ഇടപെടേണ്ട. പിന്നെ ഞങ്ങളും നിങ്ങളും തൊഴിലാളികളാണ്. ഈ പതിവ് തൊഴിലാളികൾ കുറച്ച് നെല്ല് കൂടുതൽ ചോദിച്ചത് കൊണ്ടാണ് കരിങ്കാലിപ്പണിക്ക് നിങ്ങളെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. എടാ, നിലം എന്റെയാ. എനിക്ക് ഇഷ്ടമുള്ളവരെ കൊണ്ട് കൊയ്യിക്കും. കൊയ്യിച്ചാ മാത്രം പോരാ, ന്യായമായ കൂലിയും കൊടുക്കണം. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ നോക്കിക്കോളാം. ഇറങ്ങി കൊയ്യിലടാ. ഇവൻ എന്ത് ചെയ്യും നോക്കട്ടെ. ചങ്ങാതിമാരെ, നിങ്ങൾ കൊയ്യാൻ വയലിറങ്ങിയാൽ ഞങ്ങൾ തടയും. നമ്മൾ തമ്മിൽ തല്ലുണ്ടായാല് നിങ്ങൾ കുറെ പേര് ആശുപത്രിയിലാകും, ഞങ്ങളും കുറെ പേര് ആശുപത്രിയിലാകും. കുറെ പേര് പോലീസ് സ്റ്റേഷനിലും പോകും. ജാമ്യത്തിലെക്കാൻ ഇവരാരും വരാനും പോകുന്നില്ല. അതുകൊണ്ട് വളരെ ആലോചിച്ച് തീരുമാനിക്കുന്നതാണ് നല്ലത്. സാറേ, ഇവിടെ കൊയ്യാൻ ആളില്ലെന്ന് പറഞ്ഞാൽ നമ്മളെ വിളിച്ചോണ്ടുവന്നത്. കാര്യം ഇതാണെന്ന് നമുക്കറിയാൻ പാടില്ലായിരുന്നു. വരീൻ, നമുക്ക് പോകാം. അയ്യോ അയ്യോ, നിങ്ങൾ അങ്ങനെ പോകരുത്. പറഞ്ഞതിന്റെ ഇരട്ടി കൂലി തരാം. പക്ഷെ ആ കൂലി ഇവർക്ക് കൊടുത്തുകൂടെ? നീ എന്തോ പറഞ്ഞടാ? ഇവർക്ക് കൊടുക്കാൻ പാടില്ല. നിന്റെ തന്ത കൊടുക്കും. ഒരുത്തരം കൊയ്യണ്ടടാ. വിളഞ്ഞ് നെല്ല് വയലിൽ കിടന്ന് ഒരു പോക്ക് പോട്ടെ, അതിന് ഞങ്ങൾ സമ്മതിക്കും. നിലം നിങ്ങളുടേതാണെങ്കിലും നെല്ല് വിളയിച്ചത് പാവപ്പെട്ട ഞങ്ങളാണ്. ഞങ്ങൾ കൊയ്യും, ന്യായമായ കൂലി ഞങ്ങൾ എടുത്തുകൊണ്ട് ബാക്കി അവിടെ കൊണ്ട് തരികയും ചെയ്യും. വേടാ ബാബു. എടാ സുരേന്ദ്ര, ഇതിനേക്കാൾ ഭേദം നിനക്ക് എന്റെ തല കൊയ്യായിരുന്നു. എന്തിനാ എങ്ങനെയൊക്കെ പറയുന്നത്?
വരണം നമുക്ക് കൊയ്യാം. നീ എന്തോ പറഞ്ഞു? എന്നോട് കൊയ്യാനോ? അതിന് നിന്റെ തന്ത കൊയ്യും. അങ്ങുന്നേ ആ നിങ്ങൾ ഇറങ്ങി കൊയ്യും. അങ്ങുന്നേ ആ താൻ തോന്നി ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അങ്ങുന്നേ എന്റെ മോന്റെ മുമ്പ് ഞങ്ങൾ തോറ്റു പോകുന്നതാണെന്ന് വിചാരിക്കരുത്. എടാ എന്റെ നിലം കൊയ്യുന്ന ആരാണ് തീരുമാനിക്കാൻ? അവൻ ആരാ? അങ്ങനെ അവൻ ചെയ്ത തെറ്റിന് ഞാൻ മാപ്പി ചോദിക്കാം അങ്ങനോടും കുഞ്ഞിനോടും. നീ എന്നോട് മാപ്പി വയ്ക്കല്ലേ വേണ്ടത്? മോനെ നിലത്ത് നിൽക്കാൻ പഠിക്കണം, അല്ലെങ്കിൽ വയസ്സുകാലത്ത് അടി വാങ്ങിക്കുന്ന താനായിരിക്കും. അങ്ങനെ ഞാൻ വീട്ടിലോട്ടൊന്ന് ചെല്ലട്ടെ, എന്നിട്ട് കേട്ടോ കേൾവി. ബാലമുന്നേ, എന്താടി? ഇന്നലത്തെ കക്കയുടെ കാശ് തന്നിട്ടില്ല. ഞാൻ കക്കാച്ചൂള ഇട്ടിരിക്കുന്നത് എന്റെ ഭാര്യ വീട്ടുകാർക്ക് വലിയ ആക്ഷേപമാണെന്ന് കേട്ടല്ലോ. ഓ, ഞാനൊന്നും കേട്ടില്ല. നീ അവരുടെ പാർട്ടിയല്ലേ? സത്യം പറ. പറഞ്ഞാൽ എന്താ, നല്ല തറവാട്ടി പറഞ്ഞ കുഞ്ഞ് എല്ലാം വിറ്റും പിടിച്ചിട്ട് ഈ ജോലി ചെന്ന് വല്ല കാര്യമുണ്ടോ? ജീവിക്കാൻ വേണ്ടി ഞാൻ ഏത് ജോലിയും ചെയ്യുവടി. ഓ, ചെയ്തൊരു ഭാര്യ ഉണ്ടായിരുന്നു ഉപേക്ഷിച്ചല്ലോ. എടീ, ഭാര്യയല്ല എന്റെ തന്തയായാലും ശരി, എന്നോട് പിണങ്ങിയാൽ ഞാനും പിണങ്ങും. എന്നെ ആരും ഉപദേശിക്കാൻ വരണ്ട. നീ പോയി നിന്റെ ജോലി നോക്ക്. അമ്മേ, അമ്മേ, എന്താടാ മോനെ? വിശക്കുന്നമ്മേ. ശാന്തയോട് ചോറ് കൊണ്ടു തരാൻ പറ. ആഹാ, പെങ്ങള് വിളമ്പി തന്നാലേ എനക്ക് വിശപ്പ് തീരത്തുള്ളൂ. നീ അങ്ങോട്ട് ഇരിക്കുക, ഞാൻ വിളമ്പി തരാം. അയ്യോ, അമ്മ ഇഴഞ്ഞിഴഞ്ഞ് ചോറ് വിളമ്പാൻ തുടങ്ങിയാലേ എനിക്ക് സമയത്ത് ആഹാരം കഴിച്ചിട്ടൊന്നും പോകാൻ പറ്റൂല. അമ്മയ്ക്ക് വയസ്സും പ്രായമൊക്കെ ആയില്ലേടാ മോനെ. ഇനിയിപ്പൊ ഇഴഞ്ഞും വരിഞ്ഞും ഒക്കെ നടക്കാൻ പറ്റും. നീ ഒരു കാര്യം ചെയ്യും, എവിടെങ്കിലും പോയി പറക്കുന്ന ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചോണ്ടോ. അതിനല്ലയോ ഞാൻ പോയിരുന്നത്. പക്ഷെ പെണ്ണ് ചിറക് മുളച്ചില്ല, ഞാൻ ഇങ്ങ് പോന്നു. മതി മതി, അങ്ങോട്ട് ഇരിക്കെ, ഞാൻ ചോറ് വിളമ്പിക്കൊണ്ടുവരാം. ചേട്ടാ, എന്ത് വേണം? ഒന്ന് കാണാൻ വന്നതാ. നീ എന്തിനാ എന്നെ കാണുന്നത്? ഇന്ന് നമ്മുടെ കല്യാണം നടന്ന ദിവസമല്ലേ? എടീ, നമ്മുടെ കല്യാണത്തിന്റെ ദിവസത്തേക്കാൾ എനിക്ക് കൂടുതൽ ഓർമ്മ നിന്റെ ചേട്ടൻ വന്ന് നിന്നെ വിളിച്ചോണ്ട് പോയ ദിവസം. ചേട്ടന്റെ മുമ്പിൽ തന്നെ തല്ലിയിട്ടല്ലേ വിളിച്ചോണ്ട് പോയത്? അതിനെന്താ, നീ നിന്റെ കൊട്ടാരത്തിൽ തന്നെ കഴിഞ്ഞു. ഇന്ന് സന്തോഷമായിട്ടൊരു വാക്കെങ്കിലും പറയുന്നത് കേൾക്കാനാണ് ഞാൻ വന്നത്. പൊടി എവിടുന്നു? മേലാ നീ ഇവിടെ വന്നു പോരുത്. ഇല്ല, എന്നെ തല്ലിക്കൊന്നാലും ശരി, ഞാൻ ചേട്ടനെ കാണാൻ ഇവിടെ വരും. എടി, നിന്നോട് പോകാനാ പറഞ്ഞത്. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ പറയുന്നു ഒന്ന് കേൾക്കൂ. നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. പൊടി എവിടുന്നു? എടി, പോകാനാ പറഞ്ഞത്. ശാന്ത എവിടെ പോയമ്മേ? അവള് എവിടം വരെ പോയി മോനെ? എവിടെ പോയെന്നാ ചോദിച്ചത്? ഇന്ന് ചിങ്ങമാസം 15 തീയതി. അതിന് 4 വർഷത്തിന് മുൻപ് ഇതേ ദിവസം ഈ വീട്ടിൽ എന്താണ് നടന്നതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? പിന്നെ ഓർമ്മയില്ലേ? ശാന്തയുടെ വിവാഹം. ബാലൻ അവളോട് പിണക്കമാണെങ്കിലും അവൾക്ക് ഇന്ന് അവനെ ഒന്ന് കാണണമെന്ന് തോന്നി. അതുകൊണ്ട് അവള് ചൂളയിലേക്ക് പോയിരിക്കും. അമ്മേ, അവൾ പോയതാണോ അതോ അമ്മ പറഞ്ഞയച്ചതാണോ? അവള് പോയതാണ്. അവന്റെ ഇടിയും തൊഴിയും കൊണ്ട് അവൾക്ക് മതിയായില്ലല്ലേ? ഇടിച്ചാലും തൊഴിച്ചാലും അവനവളുടെ ഭർത്താവല്ലേ? ഭർത്താവ്? അവൻ മനുഷ്യനാണോ? 6 മാസം ഇവൾ അവനോട് സ്വയമായി ജീവിച്ചിട്ടുണ്ട്. പ്രാണഭയന്നില്ല അവൾ ഇങ്ങോട്ട് ഓടിപ്പോന്നത്. എന്നിട്ട് അവനെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയിരിക്കുന്നു. മോനെ, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവക്ക് ഇപ്പോഴും അവനോട് സ്നേഹമുണ്ട്. സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? തല്ലി പഠിപ്പിച്ചില്ലേ ഇങ്ങോട്ട് അയച്ചത്? അമ്മേ, അവൾ അവളുടെ ഇഷ്ടത്തിന് വെളിയിൽ പോയിരിക്കയില്ലേ അവനെ കാണാൻ? ഇനി തിരിച്ചു വന്നാൽ അതിനകത്ത് കയറ്റി പോകരുത്. ശാന്തേ, ഇവിടെ വരൂ. നീ എവിടെ പോയിരുന്നു? അമ്പലത്തിലേക്ക്. എന്നിട്ട് ദൈവത്തെ കണ്ടോ? ഇല്ല, ഞാൻ ചെന്നപ്പോൾ നടയടച്ചു കഴിഞ്ഞു. ഇനി നീ കാണാൻ പോയ ദൈവത്തെ അല്ല, പിശാചിനെയാണ്. എനിക്ക് മാപ്പ് തരൂ ചേട്ടാ, എനിക്ക് മാപ്പ് തരൂ. ശാന്തേ, എഴുന്നേക്കൂ. നിന്നോട് അവനെ കാണാൻ പോകരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നേ. പറഞ്ഞു. എന്നിട്ട് എന്തിനു പോയി? ചേട്ടാ, എന്നോട് എന്തെല്ലാം ദ്രോഹങ്ങൾ ചെയ്താലും എനിക്ക് ആ മനുഷ്യനെ വെറുക്കാൻ കഴിയുമോ ചേട്ടാ? ശാന്തേ, ഇങ്ങോട്ട് നോക്ക്. അവന്റെ ഉപദ്രവം സഹിക്കവയ്യാതെ നീ ആത്മഹത്യക്കൊരുങ്ങുമ്പോഴാണ് നിന്നെ അവിടെ നിന്ന് ഞാൻ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്.
അവനോടൊത്ത് നിനക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവനിവിടെ വരണം. അവൻ ചെയ്ത ഓരോ ദുഷ്പ്രവൃത്തിക്കും നിന്റെ കാൽക്കൽ വീണ് എണ്ണി എണ്ണി മാപ്പ് പറയണം. മാപ്പ് പറയിച്ചിട്ടാണല്ലോടാ നീ ഇങ്ങോട്ട് പോന്നത്. എടാ കുറുപ്പദ്ദേഹത്തിന് നിലം ആര് കൊയ്താലും നിനക്കെന്താ? ഓ, അവിടെ വെച്ച് മുതലാളിക്ക് വേണ്ടി വാദിച്ചത് പോരാഞ്ഞിട്ടായിരിക്കും ഇപ്പൊ ഇവിടെയും വന്ന് തുടങ്ങിയിരിക്കുന്നത്. എന്താന്നാടാ? കൊയ്ത്തുകാരെ തടയാൻ ഇവനാര്? അമ്മേ, ഞാൻ പതിവ് കൊയ്ത്തുകാരെ തടഞ്ഞില്ല. അച്ഛന്റെ കൊച്ചു മുതലാളി അയച്ച കരിങ്കാലിപ്പടയാണ് ഞാൻ തടഞ്ഞത്. എടീ, അവർക്ക് ഇഷ്ടമുള്ളവരെ കൊണ്ട് അവർ കൊയ്യിക്കുമെന്ന് പറഞ്ഞു കൊടുക്കണേ. കാലം മാറിപ്പോയെന്ന് പറയാമ്മേ. കുറുപ്പദ്ദേഹത്തിന് മുട്ടുകുത്തിക്കാൻ അവരെ കൊണ്ട് കഴിവില്ലെന്ന് പറഞ്ഞു കൊടുക്കണേ. അത് കണ്ടിട്ടല്ലേ ഇങ്ങോട്ട് വന്നതെന്ന് പറയാമ്മേ. എടീ, നിന്റെ മോനോട് മര്യാദയ്ക്ക് പോയി മാപ്പ് ചോദിക്കാൻ പറയണേ. അതിന് വേറെ ആളെ നോക്കാൻ പറയാമ്മേ. അയ്യോ, വയലിൽ ഉണ്ടായ കാര്യത്തിന് വീട്ടിനകത്ത് വന്നു കിടന്ന് എന്തിനാ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? വന്ന് ഊണ് കഴിച്ചാട്ടെ. അനുസരണ ഇല്ലാത്തവർ ഊണ് എനിക്ക് വേണ്ടത്. എടാ മോനെ, നീയെങ്കിലും ഊണ് കഴിക്കടാ. എന്നെ അടിമയാക്കാൻ നോക്കുന്നവരുടെ ചോറ് എനിക്കും വേണ്ട. എന്റെ ഭഗവാനെ, ഇങ്ങനെ ഒരു അച്ഛനും മോനും ഉണ്ടോ? എഴുന്നേറ്റ് ഊണ് കഴിച്ചാട്ടെ. എനിക്ക് ഇവിടുത്തെ ഊണ് കഴിച്ചാൽ ദഹിക്കില്ല. എഴുന്നേറ്റ് വാ ചേട്ടാ. എനിക്കും ദഹനക്കേടാ. ഊണ് കഴിക്കാനേ വേണ്ടെന്നല്ലേ പറഞ്ഞത്? വാ ചേട്ടാ. എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നാലേ ഞങ്ങളൊന്നും കഴിക്കുന്നില്ല. പാടി ഇവിടെ എല്ലാരും കൂടെ ഈ വാതിൽ ഇങ്ങനെ കുത്തിയിരിക്കാം. അങ്ങനെ അങ്ങ് കുത്തിരിക്കണ്ട. ചോറ് വേണം പഠിക്കും. പാടാമണി ചോറ് വേണ്ട. എന്റെ മോളുടെ കല്യാണാലയങ്ങൾക്ക് കൊച്ചൂർപ്പദ്ദേഹം വന്നത് മഹാഭാഗ്യാണ്. വരാതിരിക്കാൻ ഒക്കുവോ പാച്ചനായരെ? താൻ എത്രയോ സമ്പലസരമായിട്ട് എന്റെ കാര്യസ്ഥനായിട്ട് ജോലി നോക്കുക. ഒരു നയാ പൈസ ഇതുവരെ ശമ്പളവും വാങ്ങിച്ചു. ശമ്പളം ചോദിക്കാത്തത് മറ്റൊന്നും കൊണ്ടല്ലേ, എന്റെ മോൾക്കൊരു സംഗതി വരുമ്പോ കൊച്ചൂർപ്പദ്ദേഹം സഹായിക്കുമെന്ന വിശ്വാസം കൊണ്ടാണ്. തന്റെ മോക്ക് സംഗതി വന്നു എന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ടല്ലേ ഓടി എത്തിയത്. ഈ കല്യാണം മംഗളമായി നടത്തേണ്ടത് എന്റെ ചുമതലയല്ലയോ? എന്റെ മോൻ കുട്ടനെ കിട്ടാൻ 1000 രൂപയും 5 പവന്റെ ആഭരണവും വേണം. അയ്യോ, എന്നെ കൊണ്ട് അതിനുള്ള നിവൃത്തിയില്ല. എങ്കിൽ പെണ്ണിനെ കേട്ടാ എനിക്ക് മനസ്സില്ല. പാച്ചുള്ളേ, കുട്ടൻ വലിയ ഉറുപ്പിന്റെ വേലക്കാരനാ. കുട്ടനെ കിട്ടിയില്ലെങ്കിൽ അത് നഷ്ടമാണ്. എന്ന് വെച്ച് ഇല്ലാത്ത പണത്തിൽ ഞാനിവിടെ പോകാനാണ്. എത്ര രൂപ വേണ്ടത്? 1000 രൂപ. 2000 രൂപയുണ്ട്. അവിടുന്ന് എന്റെ കാണപ്പെട്ട് ദൈവമാണ്. ഈ ദൈവത്തിന്റെ കളി കാണാൻ പോകുന്നല്ലേ ഉള്ളൂ. അറിയാതെ. എന്നാ പെണ്ണിനെ കണ്ട് കല്യാണം നിശ്ചയിക്കാം. മോളെ, അവിടുന്ന് തന്നെ ഒന്ന് വിളിച്ചാട്ടെ. അയ്യോ, എന്താ പേര്? സാവിത്രി. സാവിത്രി, ഇങ്ങോട്ട് വരൂ. നല്ലൊരു പെണ്ണ്, പച്ചിലയും കത്തിരിയും പോലെ ഇരിക്കണം. രൂപ എടുത്തോണ്ട് തീയെ നിശ്ചയിച്ചു. എന്നെ എന്തോന്ന് ഉറപ്പിക്കാനാ? അടുത്ത മുഹൂർത്തത്തിൽ കല്യാണം. ശരി, അപ്പൊ ഞാൻ പോട്ടെ. വാട. കൊച്ചങ്ങന്റെ സഹായം കൊണ്ട് ഒരു കല്യാണം ഉറച്ചു. അപ്പൊ സാവിത്രി കുട്ടി, പച്ചലയും കത്തിരിയും പോലെ കാര്യങ്ങൾ നടക്കും. കുട്ട, നീ ഭാഗ്യവാനാണാ മോനെ. എനിക്ക് പെണ്ണിനെ കിട്ടിയില്ലേ, എനിക്ക് പണവും കിട്ടിയിട്ടാലോ. പണം ഇത് എന്നോട് വേണ്ടായിരുന്നു ആശാനെ. എന്തു പറ്റി? ഇത് കണ്ടില്ലേ? അയ്യോ, ഇതിന്റെ മഷി പോയതായിരിക്കും. ഇപ്പോഴത്തെ നോട്ടുകളൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ വീണോ മഷിയും. അപ്പൊ ആ പെണ്ണിന്റെ മഷ പോയതായിരിക്കും. എനിക്ക് കല്യാണം വേണ്ട. വേണ്ട, തന്റെ കാശ് ഞാൻ അയ്യോ, അയ്യോ പാപ്പ, അയ്യോ പാപ്പ, അയ്യോ. എന്നാലും നല്ല ആളാ. ഞാനങ്ങ് ഭയന്നു പോയല്ലോ.
കുറുപ്പത്തി വന്നാലും ഭയങ്കരനാ. ഇത്ര വേഗം കല്യാണം മുടക്കി കളഞ്ഞല്ലോ. ഇനി വരുന്ന കല്യാണം ഞാൻ മുടക്കും. അങ്ങനെ വരുന്ന കല്യാണങ്ങളെല്ലാം മുടക്കി അവസാനം നമ്മൾ രണ്ടുപേരും കൂടെ ഉടക്കും.